ഈ നോമിനേഷൻ ചെയ്യുന്നത് പവർ ടീമാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കാം അല്ലേ? പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ജിൻഡോയും അതുതന്നെ പോലെ സായും അഭിഷേക് ശ്രീകുമാരും കൂടെ ചേർന്ന് നമ്മുടെ ഗാർഡൻ ഏരിയ കിടന്നും ഇരുന്നും ഒക്കെ അവർ ആലോചിക്കുവാണ് നാളെ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഓൾറെഡി അഭിഷേക് ശ്രീകുമാർ, സായി, സിബിൻ, ജാസ്മിൻ ഇത്രയും പേരും വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഗബ്രിയും കൂടെ കൊണ്ടുവരണം. അപ്പം ജാസ്മിൻ്റെ ഗബ്രിയുടെ വോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരാൾ ഔട്ടാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിനകത്തൊരു വീക്ക് ആയിട്ടുള്ള ആളെയും കൂടെ ഇടണം. കാര്യം ഇവർ രണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പണിയാകും. അതുകൊണ്ട് വീക്കായിട്ടുള്ള ഒരാളെയും കൂടെ ഇടണം. അത് വീക്കായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അഭിഷേക് ജയദീപിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ നോറയെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പ്ലാനും പദ്ധതിയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നാളെ അത് നടപ്പിലാകുമോ നമുക്ക് നോക്കാം. എന്തായാലും ഗബ്രി പവർ ടീമിലേക്ക് കയറുവാണ്. നമ്മുടെ പ്രൊമോയിൽ കാണുന്നുണ്ട് ഗബ്രി പവർ ടീമിൽ അംഗമായത്. അപ്പോൾ ആ ബാൾട്ടൊക്കെ കുത്തിയ ആളിരിപ്പുണ്ട്. അപ്പം ഗബ്രി എന്തായാലും പവർ ടീം ഇടാൻ പറ്റില്ല. അപ്പം പിന്നെ വേറെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഈ മറ്റേ ക്ലോസ്ഡ് നോമിനേഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയും എന്തൊക്കെ പ്ലാനിങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.